എൻ്റെ പേര് ഡോക്ടർ സോണി ജേക്കബ്. ഞാൻ റിഫൈൽ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് സംസാരിക്കുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയോ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ വ്യക്തികൾ പലപ്പോഴും പലരും ചോദിക്കാൻ, ഡോക്ടറെ ഇനി ഞങ്ങൾ മരുന്ന് നിർത്തണോ, അത് ഞങ്ങൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, ഇത്രയും നാളായി, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ മരുന്ന് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നത്. അതിന് പ്രധാനപ്പെട്ടത് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീറ്റാ ബ്ലോക്കർ എന്ന് പറഞ്ഞ മരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ, ഇങ്ങനെ രക്തം ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഗുളിക. അത് കൊളസ്ട്രോളിനും കൊടുക്കും, അത് വീണ്ടും അവിടെ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഒരു നാൾ വരെ 3-4 മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് 2-3 മരുന്നുകൾ, പ്രത്യേകിച്ചും ആസ്പിരിനും അതുപോലെ തന്നെ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഗുളിക, അത് കൊളസ്ട്രോളിന് മാത്രമല്ല വീണ്ടും ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ഡോക്ടറെ കണ്ടിട്ട് സ്വന്തമായിട്ട് നിർത്താതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ചെയ്ത ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്തോ അവിടെയൊക്കെ ബ്ലോക്ക് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ പുകവലി ഉള്ള വ്യക്തികൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ഷുഗറുള്ള വ്യക്തികൾ ഷുഗർ എപ്പോഴും കൺട്രോൾഡായിരിക്കണം. അത് ഡോക്ടറെ കണ്ടിട്ട് അത് എപ്പോഴും കൺട്രോൾഡായിരിക്കണം. പിന്നെയുള്ള റെഗുലറായിട്ടുള്ള എക്സസൈസ്, അതും നടത്തമായാൽ ധാരാളം മതി. ജിമ്മിൽ പോകണമെന്ന് തന്നെ നിർബന്ധമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം നടക്കണം. പിന്നെ ബ്ലഡ് പ്രഷർ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അത് വളരെ കൺട്രോളിലായിരിക്കണം. ഷുഗറുള്ള വ്യക്തികളാണെങ്കിൽ ഷുഗർ കൺട്രോളിലായിരിക്കണം. ആഹാരക്രമങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. പിന്നെ കൊളസ്ട്രോൾ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ വളരെ കൺട്രോൾഡ് ആയില്ലെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ഇത് ക്വസ്റ്റ്യൻ വരുന്നത് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ, ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം, ഇതാണ് പലപ്പോഴും ഉള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ, പ്രത്യേകിച്ചും വേറെ പ്രഷറോ ഷുഗറോ അങ്ങനെ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആസ്പിരിൻ ഗുളികയും അല്ലെങ്കിൽ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഗുളികയും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇല്ല, ഷുഗർ ഉള്ളതാണെങ്കിൽ ഷുഗർ വളരെ കൺട്രോൾഡ് ആയിട്ട് വരും. പ്രഷറുള്ള വ്യക്തികളാണെങ്കിൽ പ്രഷറുള്ള മരുന്നുകൾ ഇതിൻ്റെ കൂടെ കഴിച്ച് ബി പിയും കൺട്രോൾഡ് ആയിരിക്കും. ഇങ്ങനെയുള്ളതാണ് ഒരു പരിധി വരെ വീണ്ടും ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ജീവിതശൈലിയിലുള്ള അത് കണ്ടിന്യൂ ചെയ്യേണ്ട വ്യത്യാസങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആഹാരക്രമങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള എല്ലാ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാനുള്ള വിധങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണ്ടി ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ. ഓക്കെ.